പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ അനേക പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്ന, ഇത് ശ്രവിക്കുന്ന, പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദിയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 2 തിമോത്തിയോസ് 3 അധ്യായത്തിൻ്റെ 15 വാക്യം: നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യം. 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 15. തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു ഭാഗമാണ്: നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. പലപ്പോഴും നമുക്ക് സാധിക്കാതെ വരുന്ന ഒരു കാര്യമാണ്. എന്താണെന്നറിയാമോ? നാം എന്താണോ പ്രാപിച്ചിരിക്കുന്നത്, നാം എന്താണോ പഠിച്ചിരിക്കുന്നത്, നാം എന്താണോ വിശ്വസിക്കുന്നത്, പലപ്പോഴും അത് നിലനിൽക്കാൻ കഴിയുന്നില്ല. വളരെ ആഴമായ പഠനമുള്ളവരുണ്ട്, വളരെ ശക്തമേറിയ വിശ്വാസമുള്ളവരുണ്ട്, വളരെ കാര്യങ്ങളെ പ്രാപിച്ചിരിക്കുന്നവരുണ്ട്. എന്നാൽ അതിൽ നിലനിൽക്കാൻ കഴിയാത്ത ഒരുപാട് പേരെ നമുക്ക് ഇന്ന് സമൂഹത്തിൽ അല്ലെങ്കിൽ ക്രിസ്തീയ ഗോളത്തിൽ ആത്മീയരുടെ ഇടയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ വചനം വായിച്ചപ്പോൾ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിൽ എന്നെ ചിന്തിപ്പിച്ചൊരു ഭാഗം: നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. അല്ലേ? ചില കാണുമ്പോൾ അവർക്ക് വളരെ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പോൾ തിയോളജി ആണെങ്കിൽ കൂടി ചിലർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അവർ അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് സഞ്ചരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ എന്തിനാണ് തിമോത്തിയോസിനോട് തൻ്റെ ആത്മീയ പിതാവായിരിക്കുന്ന പൗലോസ് പറയുന്ന ഒരു ഭാഗം എന്താണ്? നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്കുക. ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ പ്രാപിച്ചതും പഠിച്ചതും നമ്മൾ നിലനിൽക്കാൻ അതിടയാകും. നിലനിൽപ്പ് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ അങ്ങനെ പറയാൻ കാരണം? പറയുന്നു, ക്രിസ്തയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും, ചില പ്രയാസങ്ങളുണ്ടാവും, ചില കഷ്ടങ്ങളുണ്ടാവും. ഭക്തിയോടെ ജീവിക്കുന്നതിന് ഉപദ്രവം ഉണ്ടാവും. എന്നാൽ ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. ചിലരൊക്കെ ദോഷത്താൽ മുതിർന്നു വരും. അപ്പോൾ അവരോടൊന്നും കൂട്ടുകൂടാതെ, അവരോട് ചേർന്ന് നിൽക്കാതെ, അവരുടെ വഞ്ചനയിലൊന്നും കുടുങ്ങിപ്പോകാതെ പഠിച്ചും പ്രാപിച്ചതിലും നിലനിൽക്കണം. ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് പ്രിയപ്പെട്ടവരെ, നാം പ്രാപിച്ചിരിക്കുന്നതിൽ, പഠിച്ചതിൽ, നാം വിശ്വസിക്കുന്നതിൽ നമുക്ക് നിലനിൽക്കുവാൻ അത് കഴിയട്ടെ. അതിന് വിരോധമായി വരുന്ന സകലത്തിനെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ഉറപ്പോടെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് കൃപകൾ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനായിട്ട് സ്തോത്രം. കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ്.